പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ്. അതിനായിട്ട് ചെറുപഴമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും 2 എണ്ണം എടുത്ത് ഇതിൻ്റെ തൊലി നമുക്ക് എടുക്കാം. തൊലി നന്നായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തൊലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. തൈരും പഴത്തിൻ്റെ തൊലിയും നന്നായി അടിച്ചെടുത്ത് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം പച്ചമഞ്ഞൾ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലേക്കോ കയ്യിലേക്കോ ഒക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കയ്യിൽ തേച്ച് കാണിച്ചു തരാം. ഒരല്പം എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് വെച്ചിരിക്കാം. തേക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം കാണുവാൻ കഴിയുന്നുണ്ട്. 5 മിനിറ്റ് നമ്മൾ ഇത് വെച്ചിരുന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിക്കളയാം. കൈ നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഒരല്പം വൈറ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വൈറ്റ് കളർ ആകുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരല്പം നന്നായി വെളുത്ത് വരും. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചെറുപഴത്തിൻ്റെ തൊലി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പശപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നന്നായി പഴുത്ത പഴം വേണം നമ്മൾ എടുക്കുവാനായിട്ട്. നന്നായി പഴുത്ത പഴത്തിൻ്റെ തൊലിയേ എടുക്കാവുള്ളൂ. പിന്നെ വയ്ക്കുമ്പോൾ തന്നെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചിരുന്നാൽ വല്ലാതെ പെട്ടെന്ന് കറുത്തു പോകും. അതുകൊണ്ട് ഒരുപാട് നാളത്തേക്കൊന്നും എടുത്തു വയ്ക്കരുത്. അപ്പോൾ ചെയ്യാനുള്ളത് മാത്രമേ നമ്മൾ തയ്യാറാക്കാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കയ്യിലെ അഴുക്കുകളൊക്കെ ഒന്ന് പോകാനും കൈ നല്ല ക്ലിയറായി കിട്ടുവാനും ഇതുപോലെ തന്നെ ഫേസും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആ പശപ്പ് ഇല്ലാതെ വേണം നമ്മൾ ചെയ്തെടുക്കുവാനായിട്ട്. നന്നായി പഴുക്കാത്ത തൊലിയാണെങ്കിൽ ഒരു ഒട്ടലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നന്നായി പഴുത്ത പഴം മാത്രമേ എടുക്കാവുള്ളൂ. ഇതിനായിട്ട് പഴുത്ത പഴത്തിൻ്റെ തൊലി മാത്രമേ ഇതിനായിട്ട് നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്